ഇവിടെ LDF ആണ് ജയസാധ്യത കൂടുതൽ. തോമസ് ചാണ്ടി. കോട്ടയം പാർലമെന്റ് എന്നും UDF-നൊപ്പം തന്നെ ചരിത്രമാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. കോൺഗ്രസുകാരുടെ വോട്ട് കൊണ്ട് ജാതിക്കാട് ജയിച്ചു അവൻ എന്നാ അവകാശം വോട്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കി അവൻ എങ്ങനെ ചോദിക്കും? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണത്തിന്റെ പെൻഷൻ കൊടുക്കുന്നില്ല. 50,000 വോട്ടിന് മേളിൽ ചോദിക്കണ്ടേ? പക്ഷേ UDF പറയുന്നത് UDF കാരല്ല, കേരള കോൺഗ്രസിന്റെ കോട്ടയം. എവർക്കും ഹൃദ്യമായ നമസ്കാരം. അക്ഷരനഗരിയിൽ വിജയം കുറിക്കാൻ ആരാണ്? നമുക്ക് വോട്ടർമാരോട് നേരിട്ട് ചോദിച്ചറിയാം. ഇവിടെ നിന്നും UDF-ന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് ജോർജും LDF-ന് വേണ്ടി തോമസ് ചാഴിക്കാടനും NDA-ക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയും മത്സരിക്കുന്നു. ഇപ്പോഴത്തെ ഇവിടെ ഇലക്ഷൻ ആണല്ലോ കേട്ടോ, പാർലമെന്റ് ഇലക്ഷൻ. അതെ. ഇവിടെ ആർക്കും ഒരു ജയസാധ്യതയുള്ള പറയാൻ സാധിക്കും? ഇവിടെ LDF ആണ് ജയസാധ്യത കൂടുതൽ. LDF-ന്. അതെ. അതായത് തോമസ് ചാഴിക്കാടൻ. അതെ. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിക്കും ചേട്ടങ്ങൾ പറയാൻ സെറ്റാക്കുന്നത്? അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പെരുമാറ്റം, അത് മാത്രം. അതുകൊണ്ടാണ് ഇതിനോട് നല്ല പെരുമാറ്റമാണ്. അതെ. അതുകൊണ്ട് തോമസ് ചാഴിക്കാടൻ. UDF ഇവിടോ അതോ കേരളം മൊത്തം? കേരളം മൊത്തം കൊണ്ടുപോകും. UDF കൊണ്ടുപോകും. ഇവിടെ UDF ആയിരിക്കും. പിന്നെ എന്നാ ജാതിക്കാരൻ എന്നാ വോട്ടോ ചോദിച്ചാൽ എന്നാ അവകാശം? കഴിഞ്ഞ പ്രാവശ്യം UDF-ന്റെ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച കോൺഗ്രസുകാരുടെ വോട്ട് കൊണ്ട് ജാതിക്കാട് ജയിച്ചു അവൻ എന്നാ അവകാശം വോട്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കി അവൻ എങ്ങനെ ചോദിക്കും? ഇപ്പൊ കളം മാറി. ഇത്രയേ ഉള്ളൂ പറയാൻ. ഇവിടെ ആർക്കാണ് സാധ്യത ഉള്ളതെന്ന് പറയാം? സാധ്യത ഇപ്പം നമ്മള് ഏതൊരു ഒരു മുന്നണിയെ നമുക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുമോ? ഞങ്ങളൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരില്ലേ. അപ്പൊ നമുക്ക് എന്നെ മുന്നണിയിലെ ആൾക്കാർ ആണ് ജയിക്കുമല്ലേ, ഇടതുപക്ഷം ജയിക്കും വലതുപക്ഷം ജയിക്കുന്നോ UDF എന്നോ നമുക്ക് പറയാൻ പറ്റിയല്ല. എന്നാലും UDF-നാണ് ഇവിടെ സാധ്യത വളരെ കൂടുതൽ. നമ്മൾ UDF കോട്ടയം പാർലമെന്റ് എന്നും UDF-നൊപ്പം തന്നെ ചരിത്രമാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അപ്പം അതിനകത്തൊരു മാറ്റം വരുമോ? UDF-നായിരിക്കും സാധ്യത. UDF ഫ്രാൻസിസ് ജോർജിന് തന്നെയാണ്. ഫ്രാൻസിസ് ജോർജ് എന്തുകൊണ്ടാണ് UDF എന്ന് പറയുന്നത്? ഇത് UDF-ന്റെ കോട്ടയാണ്. കോട്ടയം. അതുകൊണ്ടാണ്. LDF, UDF, BJP LDF. ഇടതുപക്ഷം ഹൃദയപക്ഷം ആയതുകൊണ്ടാണോ? അല്ല, LDF-നോട് താല്പര്യം. കോളേജിൽ SFI ആണ് അതുകൊണ്ടാണ്. കോളേജിൽ SFI ആണ് അതുകൊണ്ടാണ്. അല്ല. എന്തുകൊണ്ടാണ് LDF എന്ന് പറഞ്ഞു തന്നാൽ? LDF-നോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് LDF-ന്റെ ആരെ മത്സരിക്കുന്ന അറിയും? തോമസ് ചാണ്ടി. അദ്ദേഹം ജയിക്കാനാണ് സാധ്യത. UDF ചേട്ടനോ അതേ അഭിപ്രായം ആണോ? ഫ്രാൻസിസ് ജോർജ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തലുണ്ട് അതിനകത്ത്, ഭരണത്തിന്റെ വിലയിരുത്തലുണ്ട്. പിന്നെ UDF ആണെന്നോ അങ്ങനെ ഇപ്പം നിന്നിപ്പോ അതുകൊണ്ട് ഇപ്പോൾ UDF വരണമെന്നൊരു ആഗ്രഹം പിന്നെ അങ്ങനെ ഉണ്ടാവും. ഭരണവികാരം കൊണ്ടല്ലേ തൊഴിലാളി, നമ്മുടെ ലോട്ടറി തൊഴിലാളികളെ പോലും ഈ ഗവൺമെന്റ് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കമ്മീഷൻ കാശ് പോലും വെട്ടിക്കുറച്ചു. കാരണം GST-യുടെ പേര് പറഞ്ഞുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് പിന്നെ 30 രൂപ ടിക്കറ്റ് വിറ്റാൽ 7 രൂപ 20 പൈസ കിട്ടുമായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് ലോട്ടറി വിറ്റിട്ട് GST വന്നെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ടിക്കറ്റിന് വില കൂട്ടാതെ ഞങ്ങളുടെ കമ്മീഷൻ കുറച്ചു. 5 രൂപ 80 പൈസയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും GST വന്നപ്പോഴത്തേക്ക് ടിക്കറ്റിന് 10 രൂപയുടെ കൂട്ടി. അപ്പൊ ടിക്കറ്റിന് 40 രൂപ ആക്കിയിട്ട് ഞങ്ങൾക്ക് തന്നെ 80 പൈസ, സർക്കാരിന് 10 രൂപ. അപ്പൊ എത്ര കിട്ടി? ഇപ്പൊ ഞങ്ങൾക്ക് 6 രൂപ 60 പൈസ കിട്ടുന്നത്. അപ്പൊ ടിക്കറ്റ് വിറ്റാൽ കാരുണ്യ ടിക്കറ്റ് വിറ്റാൽ 11 ചില്ലറ കിട്ടും. ആ സ്ഥാനത്ത് ഇപ്പൊ കിട്ടുന്നത് 7,000 രൂപയാണ്. അതൊക്കെ വെച്ചപ്പോ പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണത്തിന്റെ വികാരം പൊതുവെ സാധ്യത ജോർജ് ഫ്രാൻസിസ്. കാരണം പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതി. ഒന്ന്, കേരള കോൺഗ്രസ് ആ കൂടെ കഴിഞ്ഞ പ്രാവശ്യം UDF-ന്റെ കൂടെ നിന്നാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടി മാറിയത്. അദ്ദേഹം പാർട്ടി മാറ്റിയ കാരണം UDF-കാരാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സാർ പറഞ്ഞാൽ എനിക്ക് വരാനുള്ളൂ. ആണോ? UDF-ന് സാധ്യത. UDF കയറാൻ സാധ്യത. മാറ്റി പറയാൻ വന്നേ ചേട്ടൻ നിൽക്കുന്നതുകൊണ്ടാണോ? അല്ല, ഞങ്ങള് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഫ്രാൻസിസ് ജോർജിന് തന്നെ സാധ്യത. ചേട്ടൻ തുറപ്പ് പറയുന്നില്ല. ചേട്ടൻ ഉറപ്പ് പറയുന്നില്ല. അല്ല, UDF നമ്മുടെ സ്ഥാനാർത്ഥി UDF-ന് ഞങ്ങള് പിന്നെ അതുകൊണ്ട് ഉറപ്പ് പറയുന്നില്ല സാധ്യത. ഓക്കെ. മത്സരമാണോ? പിന്നെ അടിപൊളി മത്സരമല്ലേ? ആണോ? ആർക്കാ ജയസാധ്യത ഉള്ളത്? ജയസാധ്യത ഉള്ളത് ചാഴികാടനാണ്. എന്തുകൊണ്ടാ അദ്ദേഹമാണ്? മറ്റേ പുള്ളി ആർക്കും അറിയുന്നില്ല. ഫ്രാൻസിസ് ജോർജിന് ആണോ? പുള്ളി ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ അതിന്റെ നേട്ടങ്ങൾ വരും.
തോമസ് ചാഴിക്കാട് അതുകൊണ്ട് അദ്ദേഹത്തിന് ജയസാധ്യത സാധ്യതയുണ്ട്. കോട്ടയത്ത് ആർക്കാ ഒരു സാധ്യത ഉള്ളത്? ട്രാഫിക് ഓർഗൻ തന്നെയാണ്. യു ഡി എഫിനാണ്. എന്തുകൊണ്ടാണ്? യു ഡി എഫിന്റെ അല്ലേ മുഴുവൻ തന്നെ എല്ലാ തരത്തിലും യു ഡി എഫിന്റെ ഒരെണ്ണമൊക്കെ പറ്റുള്ളൂ. താല്പര്യം എല്ലായിടത്തും അതെ നമ്മളോട് പറഞ്ഞവരൊക്കെ ഇവിടുത്തെ ഭരണത്തിന്റെ മോശം കൊണ്ട് പാൻസി ജോർജിയുടെ വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും യു ഡി എഫ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണത്തിന്റെ കുഴപ്പം, പെൻഷൻ കൊടുക്കുന്നില്ല മനുഷ്യർക്ക്. അതിന്റെ ഇവരുടെ ഭരണത്തിന്റെ മോശം കൊണ്ടാണ് അത് പറയാൻ കാരണം. അതായത് LDF ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പാൻസി ജോർജ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ടൈറ്റൊക്കെ കൊണ്ട് ഗവൺമെന്റ് അല്ലേ, ഇപ്പോഴത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് ന്യായമായ രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ സമാധാനമുണ്ട്, അതെ. മനുഷ്യന് പട്ടിണിയാണേലും സമാധാനമുണ്ട്. പക്ഷേ ഞാനും എല്ലാവരും പറയാ ഇതല്ല, ഇവിടെ സമാധാനം ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് ശാലമുണ്ട്, അതുകൊണ്ട് പോരായ്മ ശാലമുണ്ട്, അത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് LDF നാണ് തോമസ് ചാഴിക്കാട്. ഇവിടെ പിന്നെ ചാഴിക്കാണോ അതിനകത്ത് സംശയമൊന്നുമില്ല. നിങ്ങൾ കൂട്ടുകാരാണോ? ചേട്ടൻ പറയുന്നത് ഞങ്ങളെല്ലാം ഒരു കച്ചവടക്കാർ തന്നെയാ. പല അഭിപ്രായങ്ങളല്ലേ, ഞങ്ങൾ പോയി കഴിയാൻ വിഷയമാവും. ഒരു വിഷയമില്ല. ഞങ്ങളെല്ലാം പഴയ ആൾക്കാർ, ഞങ്ങളെല്ലാം ഒന്നിച്ചു കൂടുന്ന ആളാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ ഫുട്പാത്തിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ഉണ്ട് എങ്കിൽ തന്നെയും രാഷ്ട്രീയപരമായിട്ട് വ്യക്തിപരമാ. അപ്പം ഞങ്ങൾ കൂടുമ്പോ ഒറ്റക്കെട്ട കച്ചവടക്കാരാകുമ്പോ പ്രശ്നം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ അപ്പുറം ഇപ്പുറം കൂടും. ഒരു അങ്ങനെ ഒന്നുമില്ല, നോ പ്രോബ്ലം ഇവിടെ. മനുഷ്യത് മാത്രമേ ഉള്ളൂ. നല്ലതിന് കൂട്ടിനിക്കണം. നല്ല ഭരണവും നല്ല ഇതാണ്. പറ്റില്ലാത്ത ജീവിതം നടന്നുകൊണ്ട് കുടിവെള്ളത്തിനും പഞ്ഞില്ലാത്ത സമയമാണ്. ഇപ്പൊ കേരളത്തിലൊക്കെ കോട്ടയം സംബന്ധിച്ച് അത്രയും കഷ്ടപ്പെട്ട ഞങ്ങളൊരു കാലങ്ങളാണ്. അതിനെക്കാട്ടി ഏറ്റവും നേട്ടമുണ്ട്. ഇത് തന്നെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയാൽ വളരെ നല്ലത്. നല്ല കാര്യം. റെയിൽവേ സ്റ്റേഷൻ നോക്കിയേ, പണ്ടത്തെ പോലെ അല്ല. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ അല്ല എന്ന് കാണാനും ആൾക്കാർക്ക് യാത്ര ചെയ്യാനും ട്രെയിനിനും ഒരു ബുദ്ധിമുട്ടല്ല. നല്ലതിന് കൂട്ട് നിന്നാൽ നല്ലത് തന്നെ ചെയ്യണം. നല്ലതിന് കൂട്ട് നിൽക്കണം. അത് നാട് നല്ല കാര്യം പറഞ്ഞാൽ നല്ലത് പറയണം. അല്ല, കേരള കോട്ടയം തന്നെ. കോട്ടയം ജനിച്ചു വളർത്ത പോലെ തന്നെ. അതല്ല തമിഴ്നാട്ടിൽ പോയത് ഇത്ര പെട്ടെന്ന്. അത് വളരെ ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കണ്ടേ? പറയുന്നത് ഇലക്ഷൻ അല്ലേ, അതിനോ അതിന് ആർക്കും അവിടെ ഒരു സാധ്യത ഉള്ളതെന്ന് പറയും. അയ്യോ എന്റെ പൊന്നു മക്കളെ, ഞാൻ കാര്യം ഇവിടെ മുനിസിപ്പാലിറ്റി ജോലി ചെയ്താണേലും നമുക്ക് അങ്ങനത്തെ വ്യത്യാസമൊന്നും ആരോടും ഇല്ല. എനിക്കത് പറയാനും നമുക്ക് പറ്റത്തില്ല. നേരെ മുൻതൂക്കമെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ആണോ? മൂന്നുപേരും ജയിക്കട്ടെ, എല്ലാരും ജയിക്കട്ടെ. എല്ലാരും ജയിക്കട്ടെ എന്നാ തൂക്കമാണെങ്കിലും എങ്ങനെയാ, നമുക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ആരാണേലും, അല്ലേ? നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നുണ്ട് ഇപ്പോഴും, അല്ലേ? പിന്നെ അതുകൊണ്ട് നമുക്ക് പിന്നെ തള്ളി പറയാൻ പറ്റും. അതുകൊണ്ട് മക്കളെ എന്താ എല്ലാരും ജയിച്ചു വരട്ടെ. എല്ലാവർക്കും ഓരോ കാര്യങ്ങളില്ല, എത്ര രൂപ മുടക്കി അവരൊക്കെ, അല്ലേ? എനിക്കത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതെ അതെ അതെ, എല്ലാരും വേണമല്ലോ, എല്ലാരും വേണം. അത് കാരണം അമ്മച്ചി ആ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതെ അതെ അതെ. ഇപ്പൊ പുള്ള പ്രതിരോധ കുഴപ്പമില്ല. മുഖ്യമന്ത്രി അയക്കോട്ട് ഒത്തിരി സംസാരിച്ചു, പിന്നെ അയാൾ സംസാരിച്ചു. എന്റെ വിശ്വാസം അതാ, തീർത്ത് പറയാനുള്ളൂ. ഞാൻ നോക്കുമ്പോ UDF മുൻതൂക്കമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മുൻതൂക്കം ഉണ്ടെന്ന് പറയുന്നത്? ഇപ്പൊ ഭരിച്ചത് നമുക്ക് എല്ലാം കൊണ്ടും നഷ്ടങ്ങളും ദോഷങ്ങളും അല്ലേ വന്നേക്കുന്നത്. ഒരു മനുഷ്യന് അവർക്ക് നല്ലത് മാത്രം. ഈ ജനങ്ങളെല്ലാം ചുമ്മാ അവിടെ ഇവിടെ പോയി സമരം ചെയ്ത് അടിയും പിടിയും അതും ഉള്ളു പക്ക. ഈ UDF ജയിക്കണം തന്നെയാ എന്റെ ആഗ്രഹം. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോട്ടയം മണ്ഡലത്തിൽ ആൾക്കാർ സാധ്യതയുള്ളതെന്ന് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയമായിട്ട് അറിയില്ല. എന്നാലും ഒരു നേരിയ മുൻതൂക്കം ഉള്ളത് ആർക്കാന്ന് പറയാൻ സാധിക്കും. LDF തോമസ് ചാഴിക്കാട്. ഇപ്പൊ ഇവിടെ കോട്ടയത്ത് ഇപ്പം നമുക്കിപ്പം അങ്ങനെ പറയാൻ സാധിക്കത്തില്ല. മുൻതൂക്കം UDF ഫ്രാൻസിസ് ജോർജിനാണ്. UDF എന്തുകൊണ്ടാണ് UDF എന്ന് പറയുന്നത്? നല്ല മാറി മാറി ഭരിക്കണമല്ലോ, പിന്നെ എന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റും. ഒരാൾ തന്നെ ഇരുന്ന് കഴിഞ്ഞാല് ശരിയാക്കും. അതുകൊണ്ട് UDF നാണ് സാധ്യത ഉള്ളത്. പിന്നെ 100%. കോട്ടയത്ത് ആർക്കാ സാധ്യത ഉള്ളത്? ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആണോ? ശക്തമായ മത്സരമാണോ? മത്സരം ഉണ്ടെന്ന് പറയാൻ സാധിക്കും. പറയാൻ പറ്റില്ല.
മത്സരം കടുത്തതാണ്, ആ. ഒന്നും പറയാൻ പറ്റില്ല. നല്ല നേരിയ മുൻതൂക്കാർക്കാണെന്ന് പറയാൻ സാധിക്കും. അത് ചാഴിക്കാട്ടിൽ LDF-നാണ്. എന്തുകൊണ്ടാണെന്നാണ്? കേരള കോൺഗ്രസിന്റെ തട്ടകമാണ്, ആ. അവർക്ക് മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ്. അതിന്റെ ഒരു ഇതും അദ്ദേഹം പാർട്ടി മാറിയത് കൊണ്ട് കുറച്ചുപേരൊക്കെ ഇങ്ങനെ പ്രതികരണം ഇതായിട്ട് പറഞ്ഞു. അത്ര യേശുവെന്ന് തോന്നുന്നില്ല. ഒരു പ്രശ്നമാക്കി. ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള വർക്കുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ എല്ലാ ബ്രാഞ്ചുകളിലുള്ള പ്രവർത്തകർ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി മാറുന്നു ഒരു പ്രശ്നമായി വരും. പക്ഷേ അത് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് UDF. എന്തുകൊണ്ട്? എന്താ അത്? ആണത് UDF-ന്റെ പ്രധാന ഒരു സ്ഥലമാണ് കോട്ടയം. UDF ജയിക്കുള്ളൂ. ആണോ? ഇത്രേ ഉള്ളൂ. പക്ഷേ എന്റെ അഭിപ്രായം അത് തന്നെ ഫ്രാൻസിസ് ജോർജിനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ജയിച്ചോണ്ടിരിക്കുകയല്ലേ, ഒരു വ്യത്യാസം വേണ്ട എല്ലായിടത്തും. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. UDF ഒരെണ്ണം ആഗ്രഹിക്കും. പക്ഷേ അത് തന്നെയാണ് UDF തന്നെയാണ്. ഇതേ കാരണത്താലാണോ? കോട്ടയത്താണോ? കോട്ടയത്തെ അപ്പൊ ആർക്കാണ് ഒരു ഇതുള്ളത്, സാധ്യതയുള്ളത് ഇലക്ഷൻ? ഫ്രാൻസിസ് ജോർജ് UDF. അത് എന്തുകൊണ്ടാണ്? കോട്ടയം എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് UDF മണ്ഡലമാണ്. അവിടെ ഇപ്പൊ ഇന്ന് ചാഴിക്കാടിന്റെ കൂടെ വന്നാൽ നാളെ അങ്ങപ്രകാരം ജയിക്കൊന്നുമില്ല. UDF-കാരെ UDF-ന് വോട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ജയിക്കും. അതെ, ഈ പാർട്ടി മാറിയത് വിഷയമാവും. പാർട്ടി കുഴപ്പമില്ല, 90% വിഷയമാവും. അപ്പൊ ആർക്ക് അവിടെ സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? കോട്ടയം ചാഴിക്കാട് തോമസ് ചാഴിക്കാട് LDF. എന്തുകൊണ്ടാണ് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയുണ്ട്. നേരത്തെ പാർട്ടി മാറിയതൊക്കെ ഒരു വിഷയമാവും? ഒരു വിഷയം വരത്തില്ല. വിഷയപ്പെടുത്തി UDF-കാർ പറയുന്നുണ്ട് പാർട്ടി മാറിയത് വിഷയമാവും. ഒരു വിഷയം വരത്തില്ല. വിജയം സുരക്ഷിതമാണ്. ഇലക്ഷൻ ആണല്ലോ, ആർക്കും സാധ്യത ഉണ്ടെന്ന് പറയാം. ശ്രദ്ധ പ്രവർത്തനം എല്ലാം കണ്ടിട്ട് ചാഴിക്കാടാണ്, രാഷ്ട്രീയ സാഹചര്യം എല്ലാം ചാഴിക്കാടൻ ജയിക്കുന്നതാണ്. ആണോ? പക്ഷെ പൊതുവെ ഇത് UDF-ന്റെ മണ്ഡലമാണെന്ന് അവർ പറയുന്നത്. അതെ, UDF-ന്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇടത് അവരുടെ കൂടെ ഇല്ലായിരുന്നല്ലോ. ആ. ഇപ്രാവശ്യം ഇടത് ഇപ്പുറത്തുണ്ട്. ചാഴിക്കാടനോട് വ്യക്തിപരമായ ഒത്തിരി ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ MP എന്നുള്ളതിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ എല്ലാം കൂടി ശ്ലാഘനീയമാണ്. സാധ്യത. അതെ അതെ. സാധ്യത തോമസ് ചാഴിക്കാട് LDF. എന്തുകൊണ്ടാണ്? നല്ല പ്രവർത്തനം, നല്ല മനുഷ്യനായതുകൊണ്ട്. നല്ല മനുഷ്യനല്ല, നല്ല പ്രവർത്തനം. നല്ല മനുഷ്യനല്ല, കിട്ടുന്ന മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി. അത് നല്ല മനുഷ്യനാണല്ലോ. ഏ? അത് നല്ല മനുഷ്യനും കൂടിയാണല്ലോ. നല്ല മനുഷ്യനാണ്, നല്ല പ്രവർത്തകനാണ്. നല്ല പ്രവർത്തനം. അതുകൊണ്ട് കോട്ടയം ജയിക്കാൻ മിക്കാൻ ചാഴിക്കാടായിരിക്കും. LDF ആ. 50,000 വോട്ടിന് മേളിൽ ജയിക്കും LDF. പക്ഷേ UDF-കാർ പറയുന്നത് UDF-കാരല്ല, കേരള കോൺഗ്രസിന്റെ കോട്ടയം. ആണോ? അല്ല, അവർ പറയുന്നത് അവരുടെ പുസ്തക മണ്ഡലമാണ്. അല്ല, കുത്തകമണ്ഡലം പറയാൻ പറ്റില്ല. ജനങ്ങൾക്കറിയാം പിണറായി സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള കോട്ടയത്തുള്ള ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷം ചാഴിക്കാടിൽ പൻപിച്ച ഭൂരിപക്ഷം ജയിക്കും. UDF-ന് ചിഹ്നം പോലും അറിയത്തില്ല, ജനങ്ങൾക്കറിയാൻ പറ്റുമോ? ചാഴിക്കാടിന്റെ ചിഹ്നം 2 പുഷ്പം പോലെ ജയിക്കും ചാഴിക്കാടൻ. ഓക്കെ. കോട്ടയത്തെ ജയം അതേപ്പറ്റി പറയാൻ ആളല്ല. ശക്തമായ മത്സരമായതുകൊണ്ടാണോ? ശക്തമായ നേരിയ മുൻതൂക്കം എന്നാലും പറയാൻ സാധിക്കും. ഇടതുപക്ഷത്തിനായിരിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് തോമസ് ചാഴിക്കാടനായിരിക്കും? ഇടതുപക്ഷത്തോട് ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ താല്പര്യം ആഗ്രഹിക്കുന്നത്. ഇലക്ഷൻ ആണല്ലോ. ഇപ്പൊ കോട്ടയത്ത് ആർക്കാർ ജയസാധ്യത ഉള്ളതെന്ന് പറയാൻ പറ്റും? സാധ്യത ഇപ്പം ചാഴിക്കാടൻ, തോമസ് ചാഴിക്കാട് LDF. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ അറിയാമല്ലോ, അവരല്ലേ ജയിക്കുള്ളൂ. കാരണം ഇപ്പം വരാൻ പോകുന്ന ഇലക്ഷന് അവരാണ് കൂടുതൽ മുൻതൂക്കം. അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസ്സുകാരെല്ലാരും എല്ലാവരും വിട്ടു പോവുകയില്ല. കോൺഗ്രസ് ജയിക്കുക. ഇവര് പറഞ്ഞേക്കുന്ന LDF എന്നാണ് വിഷയം. അത് നമുക്കറിയാൻ പറ്റത്തില്ല, ആര് ജയിക്കുന്നു നമുക്കറിയാവാ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ മേടിയാവൂ? ഇല്ല, ഒന്നുമില്ല. UDF-നോടാ ചേട്ടൻ ഫ്രാൻസിസ് ജോർജ് ജയിക്കുന്ന പറയുന്നത് അല്ലേ? ഓക്കെ. ഇവിടെ തീരുമാനം പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു മുൻതൂക്കം എങ്കിലും മുൻതൂക്കം പറയാണ്ടാണെങ്കിൽ പറയുന്നില്ല. അങ്ങനെ ഇവിടെ ആയതുകൊണ്ടാണ്. ആര് ജയിക്കുന്നു എവര് ജയിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. മുൻതൂക്കം ആർക്കാം? മുൻതൂക്കം ജയിച്ച പാർട്ടി നമ്മുടെ സ്വന്തം പാർട്ടിയാണ്. ആര് ജയിച്ചാലും ആര് ജയിച്ചാലും ആ പാർട്ടിയാന്ന് പറയും. ജയിക്കുന്ന പാർട്ടി ഏതോ അതാണ് നമ്മളെ പാർട്ടി. അപ്പൊ ഇപ്പൊ തുറന്നു പറയാൻ പറ്റില്ല. പറഞ്ഞു പറയാൻ പറ്റില്ല. നമ്മള് ചിലപ്പം ഞാൻ പറയും ഇടതുപക്ഷം ജയിക്കും, സാധ്യതയുണ്ട്. ആണോ? ആര് ജയിച്ചാൽ നമുക്ക് ഉപകാരമില്ല. അതാണോ? അത്രേ ഉള്ളൂ. മറ്റേ ആരെ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ജോലി ചെയ്താൽ മതി, അതെ നമ്മൾ ജോലി നമുക്ക് പൈസ കൊടുക്കും. അതുകൊണ്ട് ആര് ജയിച്ചാലും ഒരു കാര്യം ഞാൻ ഒട്ടും ചെയ്തില്ല. വോട്ട് ചെയ്യത്തില്ല. വോട്ട് ചെയ്തില്ല. ഓക്കെ. ഇവിടെ ജയസാധ്യത എന്ന് പറഞ്ഞ ഇവിടെ ഈ ചാഴിക്കാടനൊന്നും ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് നിൽക്കുമല്ലേ. ഓരോരുത്തർ ഏത് പാർട്ടി കിട്ടി നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലും അവരങ്ങോട്ട് ചെന്നിട്ട്
കുറെ ദിവസം കഴിയുമ്പോൾ കേരള കോൺഗ്രസ് പറഞ്ഞു, കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിലോട്ടു, ഇടതുപക്ഷത്തിൽ BJP-യിലോട്ടു. ഇതിപ്പോ നമ്മളാർക്കാ വോട്ട് ചെയ്യേണ്ടി? ആർക്കെന്നാലും ഒരു സാധ്യത ഉള്ളത് ഇവർക്കിപ്പോ ഇപ്പൊ നമ്മൾ സത്യത്തിൽ വോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് മതിയായി ഈ കാലുമാറ്റം കൊണ്ടാണ്. പിന്നെ ഇവരിങ്ങോട്ട് കേരള കോൺഗ്രസ് പിന്നെ ഇടതുപക്ഷത്തിൽ അടുത്ത് കോൺഗ്രസ് വന്നു. ഇനി അതിൽ നിന്ന് ചെയ്യുമ്പോൾ അവരോട് BJP-യിലോട്ട് പോവാണെങ്കിൽ എന്നായി? ആർക്കാ ചെയ്യേണ്ടി? നമ്മള് ജനങ്ങൾ വെറും കരുതായിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യാതിരിക്കല്ലേ ഉത്തമം. കോട്ടയത്ത് അങ്ങനെ പറയാൻ നോക്കുക. നേരെ മുൻതൂക്കം എനിക്ക് തോന്നുന്നു ജോർജ് ഫ്രാൻസിസ് ജോർജ്. UDF-നാണ്. ഈ കോട്ടയം മണ്ഡലത്തിൽ ആർക്കാർ സാധ്യത എന്ന് പറയാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. ആണോ? ശക്തമായ മത്സരമായതുകൊണ്ടാണോ? കൃത്യമായിട്ട് പറയാം, ജയിക്കുന്നവരും ജയിച്ചു കഴിയുമ്പോ ആ പാർട്ടി ആവുകയാണോ? ജയിക്കുന്നവരും പാട്ടാവും. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് ആണെന്നുള്ള നമ്മളെ പരിസ്ഥിതിപ്പോ ആണോ? എന്തുകൊണ്ട് UDF-ന്റെ കോട്ട ആയതുകൊണ്ടാണോ അങ്ങനെ പറയുന്നുണ്ടല്ലേ? എപ്പോഴാണ് ഇപ്പൊ എല്ലാവരും എതിർപ്പായിട്ട് നിൽക്കല്ലേ, അതുകൊണ്ടായിരിക്കും പരസ്യം ഉദ്ദേശിക്കും. ചേട്ടന്റെ ഒരു അഭിപ്രായം ചേട്ടാ? എന്നാലും ആർക്കാർ സാധ്യത ഉള്ളത്? സാധ്യതയുള്ളതെന്ന് പറയാൻ UDF-നാണ്. മറ്റേ പുള്ളി കഴിഞ്ഞ തവണ DAP എന്നിട്ട് UDF എന്നിട്ട് DAP-യോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി അടുത്ത എനിക്ക് നമ്മൾ അറിയാൻ പറ്റും. കാലുമാറ്റം കൊണ്ട് കൊണ്ട് നമുക്ക് അതാണ് പ്രശ്നം. കഴിഞ്ഞ തവണ LDF-കാർ വന്ന് UDF-കാർ വന്ന് LDF-കാർ കൂടെ ചോദിച്ചു. അപ്പൊ നമ്മൾ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി അടുത്ത ലക്ഷം വരെ പുള്ളി ഇതിനകത്തോട് കാലുമാറുമെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് UDF സാധ്യത നമ്മുടെ വിശ്വസിക്കും. അതെ, LDF-ന്. എന്തുകൊണ്ടാ? പുള്ളിക്കാതെ 100% പൈസയും ചെലവാക്കിയ ആളല്ലേ. MP നിലവിൽ 100% പൈസ ചെലവാക്കിയ ഒരൊറ്റ MP മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലായിടത്തും ചോദിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി മാറിയതുകൊണ്ട് തിരിച്ചടിയാവുമെന്ന് ഓ ഒന്നുമില്ല, കേരളം അത്ര കണ്ടല്ലേ. അതെ, ഒന്നൊരു പ്രശ്നമാണ്. കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ. തോമസ് ചാഴിക്കാടൻ, LDF. എന്തുകൊണ്ട് LDF എന്ന് പറയുന്നത്? ചാഴിക്കാടനെ പറ്റി മറ്റുള്ള മോശമായിട്ട് കാര്യമൊന്നും നെഗറ്റീവ് ഫാക്ടറൊന്നും ഇല്ല. നെഗറ്റീവ് ഫാക്ടറൊന്നും ഇല്ല. ചിലരൊക്കെ പറയുന്നത് അദ്ദേഹം പാർട്ടി മാറിയത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? അതൊക്കെ രാഷ്ട്രീയത പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. അതെ, അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഇല്ല. പ്രത്യേകിച്ചും ജനകീയനായതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ മുൻതൂക്കോ LDF തോമസ് ചാഴിക്കാടൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് പറയാൻ ചെയ്ത വികസന പ്രവർത്തനം ചേട്ടൻ തന്നെയാണോ? ആണോ? മാറ്റിപ്പറ തമ്മിൽ അടിയാവുന്ന ആണോ? അപ്പൊ LDF-ന് തന്നെ സാധ്യത ഉണ്ടോ? ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. നല്ലൊരു മുൻതൂക്കം LDF തന്നെ പോകുന്നു, അല്ല UDF തന്നെ പോകുന്നു. അതായത് ഫ്രാൻസിസ് ജോർജ് ആണ്, അദ്ദേഹത്തിനായിരിക്കും സാധ്യത. അല്ല, അങ്ങനെ എനിക്കങ്ങനെ ഒന്നുമില്ല. കോൺഗ്രസ് ആണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇവരെല്ലാരും മാറുമല്ലേ. അതെ, അതുകൊണ്ടുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഇതുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് UDF ജയിക്കും. ഓക്കെ, നല്ല മത്സരമാണ് നടക്കുന്നത്. അത് ജയിക്കുമെന്ന് പറയാൻ പറ്റും. ശക്തമായ മത്സരം. എന്നാലും ചേട്ടന്റെ മനസ്സാരോടൊപ്പം ചേട്ടന്റെ മോദിയുടെ അപ്പൊ NDA ജയിക്കണം. ഉഷാറുണ്ടോ? ഇതൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ മോദിയോടൊപ്പം. ഈ പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ, ഇതുമായിട്ട് ആർക്കും ഒരു മുൻതൂക്കമുള്ള അല്ലെങ്കിൽ ജയസാധ്യത ഉള്ളത്? എന്നാലും പ്രാർത്ഥന ആരോടൊപ്പം? അങ്ങനെയൊന്നുമില്ല. ആര് ജയിച്ചാലും നമുക്കൊരു പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ആഗ്രഹമില്ല ആരും ജയിക്കണം? ഇല്ല. ആര് ജയിച്ചാലും നമുക്ക് ആർക്കാ ഒരു ജയസാധ്യത ഉള്ളത് കോട്ടയം മണ്ഡലത്തിൽ? ജയസാധ്യത ഉള്ളത് മറ്റേ ഇയാക്ക, പിന്നെ ഫ്രാൻസിസ് ജോർജ്, UDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പുള്ളി UDF-ൽ നിന്ന ആളാ. പാർട്ടി മാറിയതുകൊണ്ടാ ജയിച്ച് ഉടനെ അങ്ങോട്ട് മാറി. അതുകൊണ്ട് പറഞ്ഞ അങ്ങനെയാണ്. കാല് വരുന്നൊരു ഇതുകൊണ്ടാണോ? വോട്ട് മേടിച്ച് ജയിച്ചിട്ടല്ലേ പിന്നെ അപ്പുറത്തോട്ട് മാറിയത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കോൺഗ്രസ്സുകാർ കയറി പോയാലേ ഉള്ളൂ കേന്ദ്രത്തിൽ എന്തെങ്കിലും നടക്കുള്ളൂ. ഇവര് വോട്ട് ചെയ്യാനാ മറ്റവര് ഇറങ്ങുകയും ചെയ്യണം. അവരിറങ്ങിയാലേ ഉള്ളൂ ഇവര് കയറിയ ഗുണം ഉണ്ടാവും. പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത് ഇവിടെ UDF-ന് സാധ്യതയാണെന്ന് പറയുന്നത് മൊത്തത്തില്. എന്തുകൊണ്ടാ UDF-ന്റെ പറയുന്നത്? UDF-ന്റെ കോട്ടയാണ് കോട്ടയം. വളരെ ചുരുക്കം സമയത്തെ മറ്റുള്ളവർ ജയിച്ചിട്ടുള്ളൂ. അതെ, അതുകൊണ്ട് വിചാരിക്കുന്നു. അപ്പോഴത്തെ ആര് ജയിക്കുന്ന എനിക്കില്ല. എന്നാലും എന്റെ പേരും ഒരേ പോലത്തെ നിൽക്കുന്നേ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് പറയാൻ പറ്റിയല്ല. സാധ്യത ചാലികാടന. തോമസ് ചാഴിക്കാടൻ, LDF. എന്തുകൊണ്ടാണ് ചേട്ടൻ അദ്ദേഹത്തെ ഇഷ്ട പാർട്ടിയാണോ?
എന്താണെന്ന് വെച്ചാൽ ഇത് വികസനത്തിന്റെ വികസനത്തിന്റെ പേര് വികസനത്തിന് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. ജനകീയനാണ് ആ, ജനകീയ. അതുകൊണ്ട് ചേട്ടാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടെ കോട്ടയം മണ്ഡലത്തിൽ ആർക്കാ ഒരു സാധ്യത എന്ന് പറയാൻ പറ്റും? മണ്ഡലത്തിൽ ചാഴിക്കാടൻ LDF. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാൻ പറ്റും? അത് ഇവിടെ എല്ലാ അത്യാവശ്യം നല്ല വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ജനങ്ങൾക്ക് പൊതുവെ താല്പര്യമുള്ള ഒരു കക്ഷിയാണ്. ഈ പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത് ആർക്കാ ഒരു സാധ്യത ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്നും അറിയത്തില്ല. ആണോ? ഇവിടെ ആർക്കാ കോട്ടയത്ത് ഒരു സാധ്യത ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? ശക്തമായ മത്സരമായതുകൊണ്ടാണോ? ആളുകൾ ഇങ്ങനെ കാല് മാറി മാറി ഓരോ പാർട്ടി പോകുമല്ലേ, അതിന്റെ പ്രത്യേകതകളുണ്ടോ? അതുകൊണ്ട് ആർക്കാണെന്ന് പറയാൻ സാധിക്കില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. പാർലമെന്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കാ ഒരു സാധ്യത ഉള്ളതെന്ന് പറയാൻ പറ്റുമോ? ഫ്രാൻസിസ് ജോർജ് UDF-നാണ്. UDF-നാ സാധ്യത. എന്തുകൊണ്ടാണ് UDF സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ ചാടികാട് നേതൃത്വം പോയിട്ട് എൻ്റെ ഇവിടെ ആർപ്പൊക്കെ കാര്യങ്ങൾ വികസന കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് പിന്നെ പുള്ളിക്കാരനാണെങ്കിലും MP ആയി 4 വർഷം അവിടുത്തെ MLA ഒക്കെ ആയിരുന്നു. ഏറ്റുമാനെ സംബന്ധിച്ച് അത്ര കാര്യങ്ങൾ വികസന കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ പൊതുവേ പുള്ളിക്കാരൻ ഇത്ര നാൾ നിന്നല്ല, പുതിയ വേറെ ആളെ നിൽക്കാം പ്രായത്തിൻ്റെ ഒക്കെ അനുസരിച്ച് അത്ര താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജാണ് ഒരു കഴിവുള്ള ആളുമാണ് പുള്ളിക്കാരൻ. അതാണ് താല്പര്യം. അതെ. എന്റെ ആ ഒരു അറിവ് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് UDF. ഇടതുപക്ഷം ഹൃദയപക്ഷം അതുകൊണ്ടാണ്. സാധ്യത ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഇവിടെ എല്ലാവരും നിസ്സഹായത, ഇപ്പൊ സാധാരണക്കാരെല്ലാം കുടുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് വിജയം മാറി എന്ന് പറയാൻ പറ്റില്ല. നേരിയ മുൻതൂക്കം വന്നാലും ആർക്കായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്റെ കണക്കുകളിൽ ശരിയാണെങ്കിൽ ഈ പ്രാവശ്യം മറിയും. എങ്ങോട്ട് മറിയും? എങ്ങോട്ടാ മറിയ? ഇപ്പോഴത്തെ ഭരണം മതി. ഇപ്പോഴത്തെ ഭരണം മറിയും. അതായത് കേന്ദ്രത്തിലോ? കേന്ദ്രത്തിലല്ല, ഇപ്പൊ കേരളത്തിൽ അല്ല, ഇത് കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കേന്ദ്രത്തിലൊപ്പം പറയാൻ എനിക്ക് ഇപ്പം സാധ്യതയില്ല. കാരണം ഇപ്പോഴത്തെ അങ്ങനെയാണ് മൊത്തം പ്രശ്നമല്ലേ? മൊത്തം പറഞ്ഞാൽ കാരണം സാധാരണക്കാർക്ക് കൂടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഒന്നാമത്തെ കാര്യം പിടിച്ചോറിക്കാർ, പോക്കറ്റടിക്കാർ, ഇതെല്ലാം അതുപോലെ സാധാരണക്കാർക്ക് കൂടെ ജീവിക്കാൻ പറ്റാത്ത. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, റെയിലിൽ നിന്ന് നിസ്സഹായ ഒരു ഉദ്യോഗസ്ഥനെ റെയിലിൽ നിന്ന് വലിച്ചിട്ട് അടിക്കും. ഇതിനൊക്കെ ആര് സമാധാനം പറയാം? അവർക്ക് വീടും കുടുംബം ഒക്കെ അല്ലേ, അവരുടെ കുടുംബം പോയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം റെയിനെ വെച്ച് കത്തിച്ച് 3-4 കുടുംബം, അവരുടെ കുടുംബമല്ല. ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരല്ല. 3-4 കുടുംബക്കാരെ കത്തിച്ച് റെയിനെ വെച്ച് കേന്ദ്രത്തിന് വേണ്ടി വെച്ച് കത്തിച്ച് അവരും വെച്ചേക്ക് പൊതുജനത്തിന് വേണ്ടി അവനെ 4-5 കൊല്ലം കഴിയുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ്റെ പണി നോക്കൂല്ലേ? ഇത് തക്കതായ നമ്മളെ ഗൾഫ് ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആവർത്തിക്കില്ല. ഇതിനിവിടെ ആർക്കും തയ്യാറാവുന്നില്ല. ഗൾഫിലെ ശിക്ഷാരീതി ഇവിടെ വരണം. അങ്ങനെ മാനുഷ്യമായ ബന്ധങ്ങൾക്ക് 1% പരിഗണന കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചല്ലാതുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ല. പരിസ്ഥിതി ആകെ മാറി. പിന്നെ അല്ലാണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ആ കുട്ടിക്കാലത്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തുമാത്രം ഐക്യമാകുന്നതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു പറയും, പോക്കറ്റടി എന്ന് വേണ്ട ഇല്ലാത്ത ഒന്നുമല്ല. നമ്മളൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലേ, അത്രമാത്രം ബുദ്ധിമുട്ടായി തുടങ്ങി. ജീവിക്കാൻ മേലാത്ത സാഹചര്യമായിരുന്നു. കൊലപാതകം എന്ന് വേണ്ട എന്നാ ഇല്ലാത്തത്. 5 വയസ്സുള്ള ഈ കേരളത്തിൽ 8 മൂട്ടും തിരിയല്ലാതെ 5 വയസ്സുള്ള ഒരു കൊച്ചിനെ കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യ ഇതിന് ആയുധമാനം പറയും. അർഹമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വീണ്ടും ആവർത്തിക്കുക. അതുപോലെ വരുമ്പോൾ കുന്നത്താണെന്നുള്ള നിസാ കേസ് ഒക്കെ ചെയ്ത പണി എന്താ? ഇതിനൊക്കെ തക്കമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമോ? ശരി, ഞാൻ പറഞ്ഞു തന്നത് ന്യായമായ കാര്യമാണ്. നമ്മളെല്ലാം മനുഷ്യന്മാരാ. നമ്മളൊരു 20-25 കൊല്ലം പുറകിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി, എന്തുമാത്രം ഐക്യം ഉള്ള ഒരു കേരളമായിരുന്നു. ഇന്ന് കാണിച്ചു പിടിച്ചേക്കണം തന്നെ മനുഷ്യന്മാരാണ്. അറിയത്തില്ല, അതൊക്കെ ജനങ്ങളുടെ കയ്യിരിക്കുന്ന കാര്യമല്ലേ. നമ്മൾ ജനത്തിന്റെ ഭാഗമാണല്ലോ, നമ്മൾ ജനമാണല്ലോ. അല്ല, ആർക്കാ സാധ്യത ഉള്ളത്? പ്രാർത്ഥന ആരോടൊപ്പം? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല. ചാഴിക്കാട് LDF ആയിരുന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. ആണോ? ഈ തൊപ്പി എവിടുന്ന അമ്മയ്ക്ക്? തൊപ്പി അത് കുരിശിന്റെ വഴിയാ പോയാ പള്ളിയിൽ, ഞങ്ങളുടെ പള്ളി അവിടുന്ന് കിട്ടിയതാ. നല്ല ജവഹർലാൽ ജയിക്കും.
யாருக்கான யோகம் உள்ளது അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഓ നമ്മള് ജനങ്ങൾ തന്നെ ആ അപ്പൊ ആർക്ക് ഞാൻ ഒരു കാര്യം പറയാം, ആ, കേൾക്കാം. ആ. ഈ കരിക്കൂട് നിന്ന് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറിയാ ആ. 7:25 ആ. കൊല്ലത്ത് വന്നപ്പോ 8:30 അവിടെ ട്രെയിൻ പിടിച്ചിട്ടേക്കാൻ പ്രശ്നമാണ് ആ പ്രശ്നമാണ്. എത്ര പേര് 10,000-4,000 പേര് ജനങ്ങളാ, ഓരോ ചില ജോലിക്ക് പോകുന്നവരാ. അവര് എന്നെ ഈ പകുതി പേര് ഇറങ്ങിപ്പോയി, പകുതി പേരുണ്ട്. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ആരെ ജയിപ്പിച്ചുവിടാൻ പറ്റും? ജയിപ്പിക്കാൻ അല്ല, അവര് മനുഷ്യർ കഴിവ് വെച്ച ഏത് വേണമെങ്കിൽ കാര്യം ജയിക്കാൻ പറ്റും, ഉയരാനും പറ്റും. തമിഴ്നാടാണ് നിശ്ചയം. ആ എന്റെ മധുര മധുര രജനീകാന്തിന്റെ ഡയലോഗ് ഒന്ന് പറഞ്ഞു. രജനീകാന്തിന്റെ എം.എൻ.നമ്പിയുടെ ആ പറ എന്നെ പേര് പറ. നടന്മാരുടെ ഏതെങ്കിലും നടന്മാരുടെ ഡയലോഗ് പറയാം. ഓക്കെ സൗണ്ടൊക്കെ ഓക്കെ. ആരാന്ന് പറയണ്ട കേട്ടോ, അനുകരിച്ചത് ഞങ്ങൾ ചോദിച്ചോളാം. ആരാ ഞങ്ങൾ കണ്ടുപിടിക്കാനാണ്. ஜனங்களை நம்பிதான் ஓட்டு செய்யறாங்க. அவங்க இதுவரை ஒண்ணு செய்யறது கிடையாது. ஆளுகள்லாம் நம்பிக்கைன்னு பெருசுன்னு சொல்லி ஓட்டு செய்யறாங்க, பாக்குறதும் கிடையாது, ஒண்ணுமே செய்யறது இல்ல. அவங்க ஜெயிச்சு முடிஞ்சோன்னா பார்லிமெண்ட் போயிட்டு அப்படியே போயிட்டு பின்ன வர்றதே கிடையாது. அவங்கவுங்க வழியாச்சு, யாருமே ஒண்ணு பாத்துக்கிறது இல்லை, எதிர்பார்க்கறது இல்லை, ஒன்றும் செய்ய மாட்டாங்க. எல்லாரும் நல்லவங்க தான் நினைக்கிறாங்க, ஒரு பிரயோஜனமே இல்லை. அசலா இருக்கு.